PSLV C-49 വിക്ഷേപണം തത്സമയ സംപ്രേഷണത്തിലേക്ക്. Now you can see the flight events on your screen. The PS-1 has been flowing normally and its performance is normal. The total burn time is about 108 seconds and then it will be separated from the ongoing vehicle. Stage separated, second stage engine started. अभी Now you have Guidance initiated. Plus 2 minutes. आरओडी का अभी घोषणा हुई है. उन्होंने बताया फर्स्ट स्टेज सामान्य निष्पादन करता हुआ यान से पृथक हो चुका है और दूसरे चरण का प्रज्वलन हो चुका है. Stage performance normal. now that the first stage action time is complete, it has been separated from the ongoing vehicle and we have seen the confirmation from the range operations director that it has been separated, and you can see on your screens the flight regime of PS-2. PSLV C-49 വിക്ഷേപണം ആദ്യഘട്ടം വിജയകരം എന്നാണ് ഇപ്പോൾ ISRO അറിയിക്കുന്നത്. And as you have already heard, the closed loop guidance has been initiated. Second stage performance normal. अभी आरओडी ने फिर से घोषणा की है कि ऊष्मा कवच का पृथकीकरण हो चुका है. अब हमारा यान वायुमंडल से बाहर जा चुका है. The PS-2 takes the launch vehicle up to 225 kilometers altitude and increases its relative velocity from 1.6 kilometers per second to 4.3 kilometers per second. Here you can see the time versus relative velocity plot and the flight events. अभी आप एनिमेशन पे देख पा रहे हैं PS-2 का सामान्य निष्पादन. PS-2 का प्रज्वलन सामान्य होता हुआ. अब प्रमोचन यान क्लोज लूप गाइडेंस के अंतर्गत है. Ignition. And carrying EOS-01 with 9 co-passenger satellites, and the range operations director has confirmed the liftoff and that the performance of PS-1 is normal. കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ ISRO പുനരാരംഭിക്കുകയാണ്. ആദ്യ വിക്ഷേപണം നടന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ PSLV C-49 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു. ISROയുടെ കോവിഡ് കാലത്തിന് ശേഷമുള്ള ആദ്യ ദൗത്യം. That is PS-1. കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ ISRO പുനരാരംഭിക്കുകയാണ്. അതിൽ ആദ്യത്തേത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ ഇപ്പോൾ പുനരാരംഭിക്കുന്നു. ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ? ഉന്മേഷ്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാർച്ച് മാസത്തിന് വിക്ഷേപിക്കാനായി തയ്യാറെടുത്തിരുന്ന വിക്ഷേപണ പദ്ധതികളാണ് ഇന്ന് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രശ്ന സങ്കീർണമായിരുന്നത് മഴ കുറച്ചു സമയം മുമ്പ് ഈ വിക്ഷേപണത്തെ തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. ഈ കൗണ്ട് ഡൗൺ ഹോൾഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. എന്നാൽ തുടർന്ന് സാഹചര്യങ്ങൾ അനുകൂലമായി വരികയും ഇപ്പോൾ ഈ വിക്ഷേപണം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് ഔദ്യോഗികമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിക്ഷേപണം വിജയകരമായിരുന്നു എന്നത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ കോവിഡ് കാലം പിന്നിട്ടതിന് ശേഷം ISROയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയം വളരെ കൃത്യമായിട്ട് 9 വിദേശ ഉപഗ്രഹങ്ങൾ കൂടി വഹിച്ചുകൊണ്ടുള്ള PSLVക്ക് കുതിക്കാനായി സാധിച്ചിരിക്കുന്നത് വലിയ നേട്ടമായി തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഈ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഉന്മേഷ്, കോവിഡ് കാലത്ത് നിർത്തിവെച്ച ബഹിരാകാശ ദൗത്യങ്ങൾ ISRO വീണ്ടും ആരംഭിക്കുകയാണ്. PSLV C-49 ഉപയോഗിച്ചുള്ള വിക്ഷേപണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടം വിജയകരമെന്നുള്ള സ്ഥിരീകരണം വരുന്നു. അഭിമാനകരമായ ബഹിരാകാശ ദൗത്യം PSLV C-49 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ദൃശ്യങ്ങളിലേക്ക്. प्रमोचन से 366 सेकंड की दूरी पर सापेक्षिक वेग करीब 6.9 किलोमीटर पर सेकंड का हो चुका है.
पृथ्वी से ऊंचाई करीबन 325 किलोमीटर के करीब है। Third stage action completed. It is confirmed that the Hosting base. PS3 operation is now completed. The PS3 will not burn anymore but will continue to coast along with the PS4 and the passenger satellites. It will be jettisoned. in രാധാകൃഷ്ണൻ, another കോവിഡിന് 145 ശേഷമുള്ള seconds. ആദ്യ ദൗത്യമാണ്. ഏത് നിലയ്ക്കാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് രാധാകൃഷ്ണൻ? ഉന്മേഷ്, ഇപ്പോൾ ഈ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വിക്ഷേപണം മാർച്ചിലാണ് ഇത് നടത്തേണ്ടിയിരുന്നതെങ്കിലും അപ്പോൾ ഉണ്ടായ കോവിഡ് സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലേക്ക് ഈ PSLVയുടെ വിക്ഷേപണം മാറ്റിവെക്കാനായി കാരണമായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇമേജിംഗ് രംഗത്തെ ഏറ്റവും നൂതനമായിട്ടുള്ള ഉപഗ്രഹം സഹിതമാണ് ഈ വിക്ഷേപണം നടന്നിരിക്കുന്നത് എന്നതാണ്. 9 വിദേശ ഉപഗ്രഹവും ഇന്ത്യയുടെ ഒരു ഉപഗ്രഹവുമാണ് ഇപ്പോൾ വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇനി ഒരു വിക്ഷേപണം കൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഡിസംബറിലായിരിക്കും ആ വിക്ഷേപണം നടക്കാനായി പോവുക. ഏതായാലും ഈ ഒരു ഡിലേക്ക് ശേഷം, ഇത്രയൊരു കാലതാമസത്തിന് ശേഷം വളരെ വിജയകരമായിട്ട് ഈ വിക്ഷേപണം നടത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന വിജയ നേട്ടമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായി ഈ വിക്ഷേപണം നടത്തുന്നതിന് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാലാവസ്ഥ ഗുണകരമാകാത്ത ഒരവസ്ഥയായിരുന്നു. അത് മാറി കാലാവസ്ഥ തെളിഞ്ഞതോടുകൂടി തന്നെയാണ് ഈ വിക്ഷേപണത്തിനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത്. 3:02 ആദ്യം വിക്ഷേപണം നടത്താനായി തീരുമാനിച്ചിരുന്നത്. പിന്നീട് 3:12 മാറ്റുകയാണ്. ഏതായാലും വിക്ഷേപണം 10 മിനിറ്റ് വൈകിയെങ്കിലും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഇന്ത്യൻ ബഹിരാകാശത്തിന് ഉണ്ടായിരിക്കുന്നത്, ISROയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, PSLV C-49 വിക്ഷേപണം മഴ ഭീഷണിക്കിടെ നടന്നിരിക്കുന്നു. അത് വിജയകരമെന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. 10 മിനിറ്റ് വൈകിയാണ് വിക്ഷേപണം ഉണ്ടായത്. മഴ ഭീഷണി കാരണം. രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.